പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിറ്റ് സെല്ലിന്റെ എല്ലാ പാർട്ടിലും പാർട്ടിക്കിൾസ് ഇല്ല എന്ന് ഓൾറെഡി പറഞ്ഞു. ഒന്നി കോർണർ അല്ലെങ്കിൽ ഫേസ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ ബോഡി. ബാക്കി കുറെ ഇടയ്ക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാതാ വരുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിന്റെ ടോട്ടൽ സ്പേസിന്റെ എത്ര സ്പേസ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പാക്കിംഗ് എഫിഷ്യൻസി. ടോട്ടൽ സ്പേസിന്റെ എത്ര പെർസെന്റേജ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് പാക്കിംഗ് എഫിഷ്യൻസി. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? വാട്ട് ഈസ് പാക്കിംഗ് എഫിഷ്യൻസി? ദ പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ സ്പേസ് filled by the particles is known as പാക്കിംഗ് എഫിഷ്യൻസി. ടോട്ടൽ സ്പേസിന്റെ എത്ര പെർസെന്റേജ് പാർട്ടിക്കിൾസ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് പാക്കിംഗ് എഫിഷ്യൻസി. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പറഞ്ഞു പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പേസിന്റെ എത്ര പെർസെന്റേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിനെ ക്യൂബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ ക്യൂബിന്റെ വോളിയം എന്താണോ അതായിരിക്കുമല്ലോ യൂണിറ്റ് സെല്ലിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ക്യൂബിന്റെ വോളിയം ഓഫ് ദ ക്യൂബ്, ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് യൂണിറ്റ് സെല്ലിന്റെ വോളിയം. ഇതിന്റെ എത്ര പെർസെന്റേജ് എന്നാ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാ. നമ്മൾ പാർട്ടിക്കിൾസിനെ സ്ഫിയർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം വോളിയം ഓഫ് ദ ക്യൂബിന്റെ എത്ര പെർസെന്റേജ് എന്നാ. അപ്പം വോളിയം ഓഫ് ദ സ്ഫിയർ, നമ്മൾ പാർട്ടിക്കിളിനെ സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് വോളിയം ഓഫ് ദ സ്ഫിയർ ആയിട്ട് വന്നേക്കുന്നത്. ഇൻറ്റു പെർസെന്റേജ് ആകുമ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 100. അപ്പം പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് വോളിയം ഓഫ് ദ സ്ഫിയർ, ടോട്ടൽ വോളിയം ഓഫ് ദ സ്ഫിയർ ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻറ്റു 100. ഇനി ഓരോന്നിന്റെയും പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി ആദ്യമേ നമ്മൾ സിമ്പിൾ ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ക്യൂബിക് ഞാൻ ഈ വരച്ചിട്ടുള്ളത് ഒരു ഫേസ് മാത്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. സിമ്പിൾ ക്യൂബിക് പാർട്ടിക്കിൾസ് കോർണറിലായി ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഫേസ് മാത്രമാണ് ഞാൻ ബോർഡെ വരച്ചിട്ടുള്ളത്. അതേപോലെ ഈ കോർണറിലും ഇരിക്കുന്ന പാർട്ടിക്കിൾസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓർത്തോണം. അപ്പൊ സിമ്പിൾ ക്യൂബിക്കിന്റെ ഒരു ഫേസ് മാത്രമാണ് വരച്ചിട്ടുള്ളത്. ഈ മുകളിലത്തെ 2 കോർണറിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. എങ്കില് ഇതെന്ന് പറയുന്നത് എഡ്ജ് ആയിരിക്കുമല്ലോ. നമ്മളൊരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാല് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് യൂണിറ്റ് സെല്ല് ക്യൂബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് അതിന്റെ എഡ്ജ് ലെങ്ത്. അതേപോലെ ഇത് എഡ്ജ് ലെങ്ത് ആണ്. ഇതെല്ലാം അതിന്റെ എഡ്ജ് ലെങ്ത് ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത്. എഡ്ജ് ലെങ്തിനെ നമ്മൾ എ ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. എഡ്ജ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് എ കൊണ്ടാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ആണ്. എ ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്ഫിയറിന്റെ സെന്ററിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് അതിന്റെ റേഡിയസ് ആയിരിക്കുമല്ലോ. അതേപോലെ ഇതും റേഡിയസ്. എങ്കിൽ ഈ എഡ്ജ് ലെങ്ത് എ എന്ന് പറയുന്നത് r+r എന്ന് നമുക്ക് എടുക്കാമല്ലോ. ഓർ എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും 2r എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എഡ്ജ് ലെങ്ത് എ ഈക്വൽ നമുക്കിപ്പോ എന്തെന്ന് കിട്ടി 2r എന്ന് കിട്ടി. 2r എന്ന് കിട്ടിയത് ഈ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് സ്ഫിയറിന്റെ 2 സ്ഫിയർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ ലെങ്ത് ആയിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ഫിയറിന്റെ റേഡിയസ് ആ, ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആ. എങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r+r ആണ് 2r. ദാറ്റ് ഈസ് എഡ്ജ് ലെങ്ത് ഓഫ് ദ യൂണിറ്റ് സെൽ. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി വോളിയം
ഓഫ് ദ ക്യൂബ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് വോളിയം ഓഫ് ദ ക്യൂബ് ഈക്വൽ എ ക്യൂബ് എന്നാ വരുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് 2r. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് 2r the whole cube എന്ന് കിട്ടും, which is equal to 8r cube. That is the volume of the cube. ഇനി നമുക്ക് എന്ത് വേണം? വോളിയം ഓഫ് ദ സ്ഫിയർ. കാരണം പാർട്ടിക്കിൾ സ്ഫിയർ ആയിട്ടാണ് എടുക്കുന്നത്. വോളിയം ഓഫ് ദ സ്ഫിയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വോളിയം ഓഫ് ദ സ്ഫിയർ ഈക്വൽ 4/3 πr ക്യൂബ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 4/3 πr ക്യൂബ്. അപ്പൊ സ്ഫിയറിന്റെ വോളിയമായി ക്യൂബിന്റെ വോളിയമായി. എങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടോട്ടൽ വോളിയം ഓഫ് ദ സ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ ക്യൂബിക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരൊറ്റ പാർട്ടിക്കിളേ ഉള്ളൂ, അതായത് ഒരു സ്ഫിയറേ വരുന്നേ ഉള്ളൂ. അപ്പൊ വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിന്റെ വോളിയത്തിന് ഇക്വലന്റ് 4/3 πr ക്യൂബ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ ക്യൂബ് 8r ക്യൂബ് ഇൻറ്റു 100. r ക്യൂബും ക്യാൻസൽ ആകും, 4ഉം 8ഉം കൂടെ 2. അപ്പൊ നമുക്ക് കിട്ടുന്നത് 100 π ബൈ ഈ 3 ഡിനോമിനേറ്ററിലോട്ട് വരും, 3 × 2 6 എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് പൈ we get packing efficiency of simple cubic. We get packing efficiency of simple cubic 52.4%. ഇതാണ് സിമ്പിൾ ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസി. അപ്പൊ സിമ്പിൾ ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമ്മൾ യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസ് മാത്രമായി എടുത്തിരിക്കുന്നത് ഓർത്തോണം. പാർട്ടിക്കിൾസ് കോർണറിലാണ് വരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്തിനോട് ഈക്വലാണ്. അപ്പൊ ഈ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് r + r, അങ്ങനെ 2r എന്ന് വന്നത്. വോളിയം ഓഫ് ദ ക്യൂബ് a ക്യൂബ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് a we get volume of the cube equal 8r cube, then volume of the sphere 4/3 πr cube. ഇനി പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ ക്യൂബിക്കിനകത്ത് ഒരൊറ്റ സ്ഫിയർ മാത്രമേ ഉള്ളത് കൊണ്ടാണ് 4/3 πr ക്യൂബ് ഒരു സ്ഫിയറിന്റെ വോളിയം ഉണ്ട് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ ക്യൂബ് 8r ക്യൂബ് ഇൻറ്റു പെർസെൻറ്റേജ് 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി സിമ്പിൾ ക്യൂബിക്കിന്റെ 52.4% എന്ന് കിട്ടും. നെക്സ്റ്റ് FCC എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് 8 കോർണേഴ്സിലും 6 ഫേസസിലുമാണ്. ഇതിപ്പോ ഞാൻ വരച്ചേക്കുന്നത് ഒരു ഫേസ് മാത്രമാണ് വരച്ചേക്കുന്നത്. ഫേസ് എടുത്തു കഴിഞ്ഞാല് ഈ കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, എന്നിട്ട് ഇത് ഒരു ഫേസിന്റെ സെന്ററിലായിട്ട് വരുന്നതായി റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. വരച്ചേക്കുന്നത് പാർട്ടിക്കിൾസ് 8 കോർണേഴ്സിലുണ്ട്. അതാണ് ഒരു കോർണർ, ഒരു ഫേസ് മാത്രമാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ആ ഫേസ് എടുത്തു കഴിഞ്ഞാല് ഈ 2 കോർണറിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഫേസിന്റെ സെന്ററിലായിട്ട് വരുന്നത്. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യമേ എഡ്ജ് ലെങ്തും ആറും തമ്മിലുള്ള ഒരു റിലേഷനിലോട്ടാണ് വരാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ഫേസിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് കിട്ടുമല്ലോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് ആണ് ഇത്. അത് എഡ്ജ് ലെങ്ത് എയോട് ഈക്വലാണ്. അതേപോലെ ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, അതും എഡ്ജ് ലെങ്ത് ആണ്. ഇനി ഇതാണ് ഹൈപ്പോട്ടനസ്. ഈ ഡിസ്റ്റൻസ് r, റേഡിയസ് ആണ്. ഇത് 2r ഈക്വലാണ്. 2r എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് r വരും, ഇങ്ങോട്ടുള്ളത് r വരും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2r ആയിരിക്കും വരുന്നത്. ദെൻ ദിസ് ലെങ്ത് എന്ന് പറയുന്നത് r എങ്കിൽ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? r + 2r + r ഈക്വൽ എന്തെന്ന് നമുക്ക് കിട്ടും? 4r എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈപ്പോട്ടനസ്. അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. എങ്കിൽ
പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അത് ഹൈപ്പോട്ടനസ് ആണ് നമുക്കിപ്പം കിട്ടിയേക്കുന്നത് 4r ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഹൈപ്പോട്ടനസ് 4r. ദെൻ ബേസും ഓൾട്ടിറ്റ്യൂഡും എഡ്ജ് ലെങ്തും ഈക്വലാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ 16r സ്ക്വയർ 4r ഓൾ സ്ക്വയർ 4 സ്ക്വയർ 16 r സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ ഓർ a square is equal to 16r square by 2 which is equal to 8r square എന്ന് കിട്ടും. അപ്പൊ a square എന്ന് പറയുന്നത് 8r square ആണ്. Therefore a equal root of 8r square എന്ന് കിട്ടും. നമുക്ക് 2നെ 4 into 2 എന്ന് എഴുതാൻ പറ്റും. റൂട്ട് ഓഫ് 4 into 2 ആണല്ലോ 8 into r സ്ക്വയർ. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ a ഈക്വൽ നമുക്ക് കിട്ടുന്നത് ഈ 4ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഉണ്ട്, അത് റൂട്ട് 2 ആയിട്ട് തന്നെ എഴുതുക. ഇൻറ്റു r സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് r ഓർ a ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 root 2 r എന്ന് കിട്ടി. അപ്പോൾ ഒരു FCCയില് എഡ്ജ് ലെങ്തും റേഡിയസും തമ്മിലുള്ള റിലേഷനിലോട്ടാണ് നമ്മൾ വന്നത്. a ഇസ് ഈക്വൽ ടു 2 root 2 r. അപ്പൊ എങ്ങനായിരുന്നു നമ്മള് എഡ്ജ് ലെങ്തും റേഡിയസും തമ്മിലുള്ള റിലേഷനിലോട്ട് വന്നത്? ഒരു ഫേസ് മാത്രം നമ്മൾ എടുത്തു. ഇത് കോർണറിലുള്ള 2 പാർട്ടിക്കിൾസ്. ഇത് ആ ഫേസിന്റെ സെന്ററിലുള്ളതാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസിനെ ഇതിന്റെ ഡയഗണല 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യാം. അതിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം നമ്മൾ എടുത്തു. അതില് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ആയിരുന്നു, ഇതും എഡ്ജ് ലെങ്ത് ആണ്. നമ്മൾ ഫേസ് എടുക്കുവാണെങ്കിൽ ഇതും ഈ ഡിസ്റ്റൻസും ഇതും എഡ്ജ് ലെങ്ത് ആണ്. ഇത് പക്ഷെ എഡ്ജ് അല്ല, ഇത് അതിന്റെ ഡയഗണലാണ്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് ആറിനോട് ഈക്വല. ഇത് ടോട്ടൽ സ്ഫിയർ മൊത്തമായിട്ടാണ് വരുന്നത്. അപ്പം 2r, ഇതും r. അപ്പൊ r പ്ലസ് 2r പ്ലസ് r, അങ്ങനെ നമുക്ക് കിട്ടിയേക്കുന്നത് 4r. അപ്പൊ ഹൈപ്പോട്ടനസ് ഡയഗണൽ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്, അത് 4r ആയിട്ട് നമുക്ക് കിട്ടി. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം, hypotenuse square is equal to base square plus altitude square. Then hypotenuse നമുക്ക് കിട്ടി 4r all square plus base edge lengthനോട് ഈക്വൽ ആണ് a square plus altitudeും edge ആണ് a square. അങ്ങനെ നമുക്ക് 4r the whole square 16r square is equal to 2a square. അങ്ങനെ നമുക്ക് എന്തെന്ന് കിട്ടും? a is equal to 2 root 2 r എന്ന് കിട്ടും. അത് a സ്ക്വയർ എന്ന് പറയുന്നത് 8r സ്ക്വയർ കിട്ടും. എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട് എടുത്തു. ഇനി റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 8നെ 4 into 2 എന്ന് എഴുതാം. 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. റൂട്ട് 2 ആയിട്ട് തന്നെ എഴുതി. r സ്ക്വയർ r ആയിട്ട് വരും. അങ്ങനെ നോക്കിയാൽ a is equal to 2 root 2 r എന്ന് കിട്ടി. അപ്പൊ എയുടെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടി 2 root 2 r. Then വോളിയം ഓഫ് ക്യൂബ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ a ക്യൂബ് ആണല്ലോ. എക്ക് നമുക്കിപ്പം വാല്യൂ കിട്ടി 2 root 2 r. അതിന്റെ ക്യൂബ് എടുക്കുക. 2ന്റെ ക്യൂബ് 8 ഇൻറ്റു റൂട്ട് 2ന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 2 root 2 എന്ന് കിട്ടും. ഇൻറ്റു r ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 16 root 2 r ക്യൂബ്. 16 root 2 r ക്യൂബ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ വോളിയം ഓഫ് ദ ക്യൂബ് നമുക്ക് കിട്ടി. ഇനി എന്ത് വേണം? വോളിയം ഓഫ് ദ സ്ഫിയർ. FCCയിലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 4 ആണ്. നമ്മൾ FCC എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 സ്ഫിയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഫിയറിന്റെ വോളിയം 4/3 πr ക്യൂബ് ആണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് എത്ര വരുമായിരുന്നു? ടോട്ടൽ വോളിയം of the sphere
sphere equal. FCC contains 4 spheres. So 4 into volume of one sphere 4 by 3 pi r cube, which is equal to 16 pi by 3 r cube എന്ന് കിട്ടി. അപ്പം വോളിയം ഓഫ് ക്യൂബ് കിട്ടി, വോളിയം ഓഫ് സ്ഫിയർ കിട്ടി. ദെൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയർ. ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയർ 16 pi by 3 r cube by total volume of cube. Volume of cube 16 root 2 r cube into percentage 100. r cube cancel ചെയ്യുന്നു, 16 ഉം 16 ഉം cancel ചെയ്യുന്നു. ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് 100 pi by 3 root 2. Then substituting the value of root 2 and pi, we get packing efficiency of FCC. നെക്സ്റ്റ് BCC. ഇപ്പം നമ്മൾ പറഞ്ഞ 2 യൂണിറ്റ് സെല്ലിനെക്കാട്ടി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് BCC. BCC എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് 8 കോർണേഴ്സിലും സെന്റർ ഓഫ് ദ ബോഡിയും. ആദ്യമേ നമുക്ക് എഡ്ജ് ലെങ്തും സ്ഫിയറിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷനിലോട്ടാണ് വരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ കോർണർ എടുക്കുക. ഈ കോർണറും ആ ഒരു ഡയഗണൽ കണ്ടല്ലോ, ഈ കോർണറും കൂടെ എടുക്കുക. അപ്പൊ ഈ കോർണറും ഈ കോർണറിനെയും തമ്മിൽ കണക്ട് ചെയ്തുള്ള ഡയഗണലാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്, ഈ ബോഡിയുടെ സെന്ററിലായിട്ട് ഒരു സ്ഫിയർ ഉണ്ട്, ഈ കോർണറിൽ ഒരു സ്ഫിയർ ഉണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ട്രയാങ്കിള് ഈ എഡ്ജും ഇനി താഴെ ഇത് ഈ കോർണറും ഇതും, അതായത് നമ്മുടെ ഇവിടുത്തെ കോർണറിന് താഴെ വരുന്ന കോർണറും നമ്മുടെ ഇവിടുത്തെ കോർണറും തമ്മിൽ കണക്ട് ചെയ്യുക. ഈ കോർണറും ഇതായിരുന്നു നമ്മുടെ മുകളിൽ വരുന്ന കോർണർ. ഡയഗണൽ എടുക്കുന്നുണ്ട്, മുകളിൽ വരുന്ന ഈ കോർണറിന് തൊട്ട് താഴെയുള്ള കോർണറും ഈ കോർണറും തമ്മിൽ എടുക്കുക. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് ഒന്ന് ഡയഗണല്, പിന്നെ ഇതും ഈ കോർണറും, പിന്നെ ഈ ലെങ്ത്. ഈ ലെങ്ത് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് A ആണ്. ഈ കൊടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയഗണലാണ്. ഇനി ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഈ താഴത്തെ ഫേസിന്റെ ഡയഗണലാണ്. അപ്പം താഴത്തെ ഫേസിന്റെ ഡയഗണല് ഈ കോർണറും തമ്മിലുള്ള ഡയഗണലും ഈ എഡ്ജും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് വരയ്ക്കാൻ പോകുന്നത്? ട്രയാങ്കിള് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ നിങ്ങളൊന്ന് നോക്കിക്കോണം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്ജ് ലെങ്ത്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഡിസ്റ്റൻസ് ആണ് വരുന്നത്, ഈ എഡ്ജ് ലെങ്ത്. ഇനി ആ പെൻ ജോയിൻ ചെയ്യുന്ന പോർഷൻ ആണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത്. ഇത് ഡയഗണലാ വരുന്നത്. ഈ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ ഈ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ സെന്ററിൽ നടുക്ക് നിൽക്കുന്നതാണ് ഈ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ കോർണറിൽ ഒരു പാർട്ടിക്കിൾ വരുന്നുണ്ട്. അതാണ് ഈ 3 കൊടുത്തേക്കുന്നത്. ഈ ഡിസ്റ്റൻസ് R, ഇത് 2R, ഇത് R. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ഏതിനും ഈക്വൽ ആയിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4R ഈക്വൽ ആയിരിക്കുമല്ലോ. ഇനി ഇതെന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് അല്ല, നിങ്ങൾ നോക്കിക്കണം. ഈ ഡിസ്റ്റൻസും ഇതും തമ്മിലുള്ളതാണ്. നമ്മൾ ട്രയാങ്കിൾ എടുത്താൽ ഇങ്ങനെ ട്രയാങ്കിൾ വരുന്നത്. എഡ്ജ്, ഈ ഡിസ്റ്റൻസ്, പിന്നെ ഇതിന് ഡയഗണൽ ആയിട്ട് വരുന്നത്. ഈ ഡിസ്റ്റൻസ് ആക്ച്വലി എന്ന് പറയുന്നത് താഴത്തെ ഫേസിന്റെ ഡയഗണലാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ B എന്നങ്ങ് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതിന്റെ വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കാനായിട്ട് പോവാം. അപ്പൊ താഴത്തെ ഫേസ് ആണ് ഞാൻ ഈ വരയ്ക്കാൻ പോകുന്നത്. താഴത്തെ ഫേസിന്റെ ഡയഗണല ആക്ച്വലി ഈ B എന്ന് പറയുന്നത്. ഇത് എഡ്ജ് ലെങ്ത് ആണ്, ഇതും എഡ്ജ് ലെങ്ത്. താഴത്തെ ഫേസ് എടുത്തു കഴിഞ്ഞാല് ഇത് 4 എഡ്ജ് ലെങ്ത്, അതായത് ഈ കൊടുത്തേക്കുന്ന 4 ലെങ്ത്. ഇത് 4 കൊടുത്തേക്കുന്നത്.
ഇതിന് ഡയഗണലായിട്ട് വരുന്നത് അതുണ്ട് ഈ കൊടുത്തേക്കുന്നത്, അതാണ് ബി. ഈ ബി ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്, ബി എന്ന് ഓർത്തോണം. അപ്പൊ ആദ്യമേ ഈ ബിക്ക് നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കണം. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളാ. പൈതഗോറസ് തിയറം അനുസരിച്ച് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഹൈപ്പോട്ടനസ്, ഇത് ഹൈപ്പോട്ടനസ് ബേസ് ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടനസ് സ്ക്വയർ ദാറ്റ് ഈസ് ബി സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ ഹിയർ ബേസ് എ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡും എ. അപ്പൊ എന്തെന്ന് കൊടുക്കാം, എ സ്ക്വയർ. അപ്പോൾ ബി സ്ക്വയർ ഇസിക്കൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, 2a സ്ക്വയർ. ഓർ ബി ഇസിക്കൽ ടു, ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, റൂട്ട് ഓഫ് 2a സ്ക്വയർ. ഓർ ബി ഈക്വൽ എന്തെന്ന് നമുക്ക് കിട്ടും, റൂട്ട് 2 ഇൻറ്റു എ. അപ്പൊ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഈ ബേസ് ആണ് ഈ വരച്ചേക്കുന്നതെന്ന് ഓർത്തോണം. ഇത് 4 ബേസിന്റെ എഡ്ജ് ലെങ്ത് ആയി കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഈ പോർഷൻ, ഈ എഡ്ജ് ആ 4 എണ്ണമാണ് നമ്മൾ ഈ വരച്ചേക്കുന്നത്. ഇത് ഡയഗണലും ആയിരുന്നു. ആ ഡയഗണലാണ് ബി, അതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ബിക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് എടുത്തു. എന്നിട്ട് പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടനസ്, ഈ ബി എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്. ബേസ് എന്ന് പറയുന്നത് എഡ്ജാണ്, ഓൾട്ടിറ്റ്യൂഡും എഡ്ജ് ലെങ്താ. അപ്പൊ നമുക്ക് ബി സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓർ ബി സ്ക്വയർ ഇസിക്കൽ ടു 2a സ്ക്വയർ. ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട് എടുത്ത് ബി ഗെറ്റ് ബി ഇസിക്കൽ ടു റൂട്ട് 2a. അപ്പം ബിയുടെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടി, ബി ഇസിക്കൽ ടു റൂട്ട് 2 ഇൻറ്റു എ എന്ന് കിട്ടി. ഇനി നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കുക, എയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കാൻ പോവാം. എയും ആറും തമ്മിലുള്ള റിലേഷനിലോട്ട് വരാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ബിയുടെ വാല്യൂ കിട്ടി. അതേപോലെ ഹൈപ്പോട്ടനസ് അറിയാം, എഡ്ജ് ലെങ്ത് ആണ്. എങ്കിൽ നമുക്കിനി ഇതിനകത്തുനിന്ന് എയും ആറും തമ്മിലുള്ള റിലേഷനിലോട്ട് പോവാം. നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു, പൈതഗോറസ് തിയറം. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആ. ഇത് ഏതിനോട് ഈക്വൽ ആണ്, 4r. സോ 4r ഓൾ സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ബേസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് റൂട്ട് 2 ഇൻറ്റു ബി ആ. റൂട്ട് 2 ഇൻറ്റു എ, സോറി റൂട്ട് 2 ഇൻറ്റു എ, റൂട്ട് 2a ഇൻറ്റു എ ഇതാ ഓൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എഡ്ജ് ലെങ്തിന് ഈക്വൽ എ സ്ക്വയർ. സോ 16r സ്ക്വയർ ഈക്വൽ റൂട്ട് 2ന്റെ സ്ക്വയർ 2, എയുടെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓ 16r സ്ക്വയർ ഈക്വൽ 3a സ്ക്വയർ. Therefore a square equal 16r square by 3 or a is equal to square root of 16r square by 3. Then 16 square root എടുത്തു കഴിഞ്ഞാൽ 4, r സ്ക്വയറിന്റെ r by root 3. അപ്പോൾ എയും ആറും തമ്മിലുള്ള റിലേഷൻ ഓർത്തോണം. ബി സി സിയിൽ എ ഇസ് ഈക്വൽ ടു 4r by root 3 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം, വോളിയം ഓഫ് ദ ക്യൂബ്. വോളിയം ഓഫ് ദ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ്, എ 4r by root 3 the whole cube which is equal to 4 ന്റെ ക്യൂബ് 64 r ക്യൂബ് by root 3 യുടെ ക്യൂബ് 3 root 3 എന്ന് വരും. Then volume of the sphere, volume of the sphere 4/3 pi r cube. പക്ഷെ BCC contains 2 particles എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് ദ സ്ഫിയർ ഈക്വൽ എങ്ങനെ എഴുതാൻ, 2 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയർ, ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയർ 2 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്
by volume of the sphere 64 r cube by 3 root 3 into 100 percentage. R cube cancelled. Then 4 into 2 8. 8ഉം 64 ക്യാൻസൽ ചെയ്യുമ്പം 8 നമുക്ക് കിട്ടുന്നത് 100 പൈ ബൈ ഇനി ഈ 3 റൂട്ട് 3 മുകളിൽ പോകും ഇൻറ്റു 3 റൂട്ട് 3 ബൈ ഈ 3 ഡിനോമിനേറ്ററിലോട്ട് വരും 8 ഇൻറ്റു 3 3യും 3യും ക്യാൻസൽ ചെയ്യും ലാസ്റ്റ് കിട്ടുന്നത് 100 പൈ ഇൻറ്റു റൂട്ട് 3 ബൈ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൂട്ട് 3യുടെയും പൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും BCCയിലെ പാക്കിംഗ് എഫിഷ്യൻസി